കാലിസ്തനിക്സ് വ്ലോഗ് 27. വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയതിൻ്റെ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ബ്രെഡും പീനട്ട് ബട്ടറും പഴവുമായിട്ടുള്ള എൻ്റെ ബന്ധം. പഴം പിന്നെ വന്നതാണെങ്കിലും ഇപ്പം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു എലമെൻ്റായി. ഈ സാധനം വേറെ ലെവലാണ്. ഒരു തെണ്ടിയുടെ സഹായമില്ലാതെ നമുക്ക് നമ്മളെ തന്നെ മസാജ് ചെയ്യാം. മസിലോട്ട് ബ്ലഡ് എത്തിച്ച് റിക്കവറിക്കും സഹായിക്കും. ഹാൻഡ്സ്റ്റൻസിൻ്റെ കൺസിസ്റ്റൻസി പഴയതിനേക്കാളും നല്ലതാണിപ്പോൾ. അതുകൊണ്ട് ഞാൻ ഹാൻഡ്സ്റ്റൻസ് പുഷപ്പിലോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. ഇത് കുറേ കാലമായിട്ട് തീരുമാനിച്ചതാണെങ്കിലും ഇപ്പോഴാണ് കുറച്ചുകൂടെ കോൺഫിഡൻസ് വന്നത്. ഇതിനുള്ള സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഹാൻഡ്സ്റ്റൻഡ് പുഷപ്പ് വോളിന് അഗെയിൻസ്റ്റും ചെയ്യാം, പിന്നെ ഡിപ്സും അടിക്കാം. ഇത് രണ്ടും ഷോൾഡറിനും ഡെൽറ്റോയിഡിനും നല്ലോണം പിടിക്കും. വർക്കൗട്ട് കഴിഞ്ഞ് തൊട്ടടുത്ത രാജ്യമായ വെയിൽസിലോട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ കാണാനാണ് ഞാൻ പോകുന്നത് എന്നെനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ എൻ്റെ ചങ്കൻ അക്ഷയ് ഉണ്ടാക്കിയ പുട്ടും കടലയും കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത്. ഇവൻ സീൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിട്ട് കുക്ക് ചെയ്യും. ഞാൻ ഇന്നേ വരെ ഇങ്ങനെ കൈപ്പുണ്യമുള്ള ഒരുത്തനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒരുത്തനെ മാത്രമല്ല, ഒരുത്തിയും ഞാൻ കണ്ടിട്ടില്ല. ഇവൻ അത് കഴിഞ്ഞിട്ട് നെച്ചോറും ചിക്കൻ കറിയും വെച്ചു. ഇവന് ചിക്കൻ വെക്കണമെന്നൊന്നുമില്ല, അവിടെ പരിപ്പ സാമ്പാറ എന്തേലും വെച്ചാൽ മതി. എന്ത് വെച്ചാലും മുടിഞ്ഞ ടേസ്റ്റാണ്. സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി പൊട്ടിച്ചാൽ ഇതുപോലത്തെ കണ്ടന്റ് കാണാം.